ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വയറിംഗ് സിസ്റ്റത്തിലെ 10ാമത്തെ ക്ലാസ്സാണ്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ബേസ്ഡ് ഓൺ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു ഡിഫൈൻ കറണ്ട് റേറ്റിംഗ് ആൻഡ് ഫ്യൂസിങ് കറണ്ട് ഓഫ് എ കേബിൾ. ഇത് നമ്മൾ കഴിഞ്ഞ ഫ്യൂസ് എന്നുള്ള ചാപ്റ്റർ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, കറണ്ട് റേറ്റിങ്ങും ഫ്യൂസിങ് കറണ്ടും. അപ്പോൾ അതിന് ലിസ്റ്റ് ഔട്ട് ദി ഫാക്ടേഴ്സ് ഫോർ സെലക്ഷൻ ഓഫ് കേബിൾ, സ്റ്റേറ്റ് ദി ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ബേസ്ഡ് ഓൺ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ് വോൾട്ടേജ് ഗ്രേഡിംഗ് ഓഫ് കേബിൾ. ഒരു കേബിളിൻ്റെ വോൾട്ടേജ് ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണുള്ളത് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കറണ്ട് പാസ് ചെയ്യണത് കൂടുതലാവുന്നതിനനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കണ്ടക്ടർ മെൽറ്റ് ആവും, അല്ലെ ഉരുകിപ്പോവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻസുലേഷൻ ഡാമേജ് ആവും. രണ്ടിൽ ഏതും സംഭവിക്കാം. മെൽറ്റ് ആവുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഫ്യൂസായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താണ്, ഇൻസുലേഷൻ വയറിൻ്റെ ആണ് ഇൻസുലേഷൻ ഡാമേജ് ആവും. പിന്നെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഫയറിങ് ഉണ്ടാവാനുള്ള കാരണമാവും. ഈ ടെമ്പറേച്ചർ ഉയരണത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? കറണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട്. റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു വയറിൻ്റെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് നമുക്ക് കറണ്ട് കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെമ്പറേച്ചർ കൂടുന്നത് കുറക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് H=I²RT അല്ലേ. I കറണ്ട്, I² R റെസിസ്റ്റൻസ്, പിന്നെ സമയം അല്ലേ, എത്ര സമയം അതിലൂടെ കറണ്ട് കടന്നു പോകുന്നു. ഇവിടെ റെസിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ പിന്നെന്താണ്, നമുക്ക് പിന്നെ ഹീറ്റിനെ അല്ലെ ടെമ്പറേച്ചറിനെ കൂടാനുള്ള കാരണം കറണ്ടാണ്. ആ കറണ്ടിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കൂടുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ കറണ്ട് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പറഞ്ഞ കാര്യമാണ് കറണ്ട് റേറ്റിംഗ് ഓർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു കേബിളിൻ്റെ ഇനി നമ്മൾ പിന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന കേബിളിനെ പറ്റിയാണ്. അത് ഏതൊക്കെ സൈസ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ആ കേബിളിൽ അല്ലേ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഒരു 1 mm² കേബിളിൽ നമ്മൾ എത്ര കറണ്ട് അല്ലെ സേഫായിട്ട് കടത്തി വിടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ കറണ്ട് ക്യാരിയിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചാണ്. എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ദി മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് that a conductor can pass safely without overheating or damaging it at room temperature is called the current capacity of the conductor. അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ് എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിലൂടെ സേഫായിട്ട് പാസ് ചെയ്യാൻ പറ്റി. സേഫായിട്ട് എന്ന് പറയുമ്പോൾ അത് ഓവർ ഹീറ്റിംഗ് ആവാതെ ഡാമേജ് വരാതെ ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ സേഫായിട്ട് പാസ് ചെയ്യാൻ പറ്റിയ മാക്സിമം വാല്യൂ, കറണ്ടിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു കണ്ടക്ടർ ചൂടാവാതെ അല്ലെങ്കിൽ ഡാമേജ് ഒന്നും സംഭവിക്കാതെ അതിലൂടെ കടത്തിവിടാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുക. അടുത്തത് ഫ്യൂസിങ് കറണ്ട്. ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം കറണ്ട് അറ്റ് വിച്ച് ദി കണ്ടക്ടർ മെൽറ്റ് ഈസ് നോൺ ആസ് ഫ്യൂസിങ് കറണ്ട് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിലൂടെ പിന്നെ നമ്മൾ ആ കണ്ടക്ടർ ഉരുകുന്നതിനാവശ്യമായ മിനിമം കറണ്ട് അല്ലെ മെൽറ്റ് ചെയ്യാം. ആ കണ്ടക്ടർ എന്ത് ചെയ്യും, ആ ചൂട് പിന്നെ അതിലൂടെ കറണ്ട് ഒഴുകി അത് ഉരുകുന്നതിനാവശ്യമായ മിനിമം കറണ്ട്. ഇതിൽ മിനിമം കറണ്ട് ആയിരിക്കുമോ അല്ലെങ്കിൽ കറണ്ട് കപ്പാസിറ്റി ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ അല്ലേ. കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, അതിലൂടെ ഒഴുക്കാൻ പറ്റുന്ന മാക്സിമം അല്ലേ ചൂടാവാതെ അതിലൂടെ ഒഴുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡാമേജ് ആവാതെ അതിലൂടെ ഒഴുക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ്. ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാലോ ചൂടായി എന്ത് ചെയ്യും, ഉരുകുന്നതിനാവശ്യമായ മിനിമം കറണ്ടാണ്. അപ്പം മിനിമം മാക്സിമം, അവിടെ മാക്സിമം കറണ്ടൊന്നും ഇവിടെ മിനിമം കറണ്ടൊന്നുള്ളതും നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കണക്കാക്കരുത്. എന്താണ് ഇവിടെ മിനിമം കറണ്ട് എന്തിനുള്ളതാണ്,
ഉരുകാൻ ആവശ്യമായ മിനിമം കറണ്ടാണ്. അപ്പോൾ എപ്പോഴും ഫ്യൂസിങ് കറണ്ട് ആയിരിക്കും കൂടുതലുണ്ടാകുക. ഇനി ഫ്യൂസിങ് ഫാക്ടർ അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഫ്യൂസിങ് കറണ്ട് ഡിവൈഡ് ബൈ current rating of the fuse element. The ratio of fusing current to the current rating of fuse element is called fusing factor. നമ്മൾ പഠിച്ചതാണ്. അതാണ് ഫ്യൂസിങ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ മിനിമം ഫ്യൂസിങ് കറണ്ട് ഡിവൈഡ് ബൈ കറണ്ട് റേറ്റിംഗ്. ഞാൻ പറഞ്ഞു ഫ്യൂസിങ് കറണ്ട് എപ്പോഴും കൂടുതലായിരിക്കും, കറണ്ട് റേറ്റിംഗ് ആയിരിക്കും കുറവ്. അതുകൊണ്ട് തന്നെ ഫ്യൂസിങ് ഫാക്ടർ എപ്പോഴും ആൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ഒന്നിലും കൂടുതലായിരിക്കും. ഫ്യൂസിങ് ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും ഒന്നിലും കൂടുതലായിരിക്കും. ഇവിടെ ഫ്യൂസിങ് ഫാക്ടർ ഒരു റീവയറബിൾ ഫ്യൂസിന് എന്ന് പറഞ്ഞാൽ കിറ്റ്കാറ്റ് ഫ്യൂസ് നമ്മൾ പഠിച്ചിരുന്നു. ആ റീവയറബിൾ ഫ്യൂസിനാണെങ്കിൽ 1.4 മുതൽ 1.7 വരെയും അത് 2 വരെ ആവാം. അപ്പോൾ റീവയറബിളിൻ്റെ ഫ്യൂസിൻ്റെ ചിലതിൽ 1.5 മുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് റീവയറബിൾ അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ഫ്യൂസിൻ്റെത് ഫ്യൂസിങ് ഫാക്ടർ എത്രയെന്ന് ചോദിച്ചാൽ കൂടുതലായിരിക്കും. എന്നാൽ ബട്ട് ഫോർ HRC ഫ്യൂസ് ആണെങ്കിൽ 1.1 ആയിരിക്കും ഫ്യൂസിങ് ഫാക്ടർ. അപ്പോൾ ഓർത്ത് വെക്കുക 1.1. ഇത് ഇടയ്ക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതുമാണ്. HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എത്രയാണ്? 1.1 ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി കണ്ടക്ടറിൻ്റെ ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം, സേഫ് ഓപ്പറേഷനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒഴുക്കണം, ആ കണ്ടക്ടറിലൂടെ ഒഴുക്കണ കറണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ല, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. നമ്മളൊരു കണ്ടക്ടറിലൂടെ ആ കണ്ടക്ടർ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ കറണ്ട് വരാത്ത ആ കേബിളിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഒരു 15 ആമ്പിയർ ആണെങ്കിൽ അതിനുള്ളിലാവണം എന്ത് ചെയ്യണത്, നമ്മുടെ ലോഡ് മുഴുവൻ ലോഡ് വർക്ക് ചെയ്താലും. അപ്പോൾ നമ്മൾ കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ കറണ്ട് അതിൽ ഒഴുകൂല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇനി സെലക്ഷൻ ഓഫ് കേബിളിൻ്റെ സെലക്ഷനിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ പാർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കേബിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോവിങ് ഫാക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഒരു ഇത്ര ക്രോസ് സെക്ഷൻ ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് ടൈപ്പ് ഓഫ് കണ്ടക്ടർ, ഏത് ടൈപ്പ് കണ്ടക്ടറാണ് ഉപയോഗിച്ചത്, അലൂമിനിയം ആണോ കോപ്പർ ആണോ, അതിനനുസരിച്ച് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി മാറും. ഒരു കോപ്പറാണ് ഉപയോഗിച്ചതെങ്കിൽ 1 mm² കടത്തിവിടുന്ന അതേ കറണ്ട് 1 mm² അലൂമിനിയം കണ്ടക്ടറിലൂടെ കടത്തിവിടാൻ പറ്റില്ല. അതുപോലെ ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ്റെ ടൈപ്പ് എങ്ങനെയാണ്, PVC ആണോ റബ്ബറാണോ എന്താണോ ഉപയോഗിച്ചത് അതിനനുസരിച്ചും കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി മാറും. പിന്നെ കേബിൾ റൺ ഇൻ കോൺഡ്യൂട്ട് ഓർ ഇൻ ഓപ്പൺ സർഫേസ്. കേബിൾ നമ്മൾ വലിക്കുന്നത് കോൺഡ്യൂട്ടിൻ്റെ ഉള്ളിലൂടെയാണോ അതോ പുറത്തൂടെയാണോ, അല്ലെങ്കിൽ എന്താണ് കൺസീൽഡ് വയറിംഗ് ആണോ അല്ലെങ്കിൽ സർഫേസ് വയറിംഗ് ആണോ, ഉള്ളിലൂടെയുള്ള വയറിംഗ് ആണോ അല്ലെങ്കിൽ പുറത്തിലൂടെയുള്ള വയറിംഗ് ആണോ, അതൊക്കെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റീനെ അഫക്റ്റ് ചെയ്യും. പിന്നെന്താണ് സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ നമ്മുടെ സർക്യൂട്ട്. അതുപോലെ ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ കൊയാസ് ഓർ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയണത്. അപ്പോൾ ഏത് ടൈപ്പ് പ്രൊട്ടക്ഷനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഒരു കേബിളിൻ്റെത് കൂടുകയും കുറയുകയും ചെയ്യും. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ, ആംബിയൻ്റ് ടെമ്പറേച്ചറിനനുസരിച്ച് കൂടാം കുറയാം. നമ്പർ ഓഫ് കേബിൾ ഇൻ ബെഞ്ച്, ഒരു പൈപ്പിലൂടെ ആണെങ്കിൽ ആ പൈപ്പിലൂടെ എത്ര കേബിൾ ഒഴുകുന്നുണ്ട്, കേബിൾ നമ്മൾ വലിക്കുന്നുണ്ട് അതിനനുസരിച്ചും എന്ത് ചെയ്യാം, നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എത്ര പറ്റുമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെലക്ഷൻ ഓഫ് കേബിളിൽ നിർബന്ധമാണ്. പിന്നെ ലെങ്ത് ഓഫ് സർക്യൂട്ട്, നമ്മൾ എന്താണ് എത്ര ലെങ്ത് ഉണ്ട്, സർക്യൂട്ടിൻ്റെ ലെങ്ത് എത്ര ഉണ്ട് എന്നുള്ളതും നമ്മളിത് പറഞ്ഞതാണ്. പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് 3% പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു നിശ്ചിത ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി നിശ്ചയിക്കുന്നതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് കറണ്ട് റേറ്റിംഗ് ഓഫ് കേബിൾ ഓർ ഫ്യൂസസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ. 2 ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊട്ടക്ഷന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂസിൻ്റെ റേറ്റിംഗും മാറും. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു PVC ഇൻസുലേറ്റഡ് കേബിൾ നമ്മൾ ഒരു ടെമ്പറേച്ചർ അതിലൂടെ കടത്തി വിടാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ ഉണ്ട്. അതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് പോകുമ്പോൾ അത് ഉണ്ടാകാൻ പറ്റുന്ന ടെമ്പറേച്ചർ, പെർമിസിബിൾ ടെമ്പറേച്ചർ ഉണ്ട്. അതിലും കൂടുതൽ ടെമ്പറേച്ചറിൽ അത് വർക്ക് ചെയ്താൽ അതിലെന്ത് ചെയ്യും, അത് ചെറിയൊരു
ഷോർട്ട് പീരിയഡ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് ഒന്നുകിൽ അത് ഡാമേജ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കേബിളിന് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസുലേറ്റഡ് PVC കേബിളാണ് ഉപയോഗിച്ചത്, ആ ഇൻസുലേഷൻ എന്ത് ചെയ്യും, ഡാമേജ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് റേറ്റിംഗ് ഇങ്ങനെ ഈ പ്രൊട്ടക്ഷൻ അനുസരിച്ച് കറണ്ട് റേറ്റിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ട്, ഒന്ന് കേബിൾസ് പ്രൊവൈഡഡ് വിത്ത് കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ, ഒന്നാമത്തതാണ് കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ. രണ്ടാമത്തത് കേബിൾ പ്രൊവൈഡഡ് വിത്ത് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ. ഇതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനും ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വിൽ നോട്ട് ഓപ്പറേറ്റ് ചെയ്യൂല വിത്തിൻ 4 hours അറ്റ് 1.5 times ദി ഡിസൈൻഡ് ലോഡ് കറണ്ട് ഓഫ് ദി സർക്യൂട്ട് വിച്ച് ഇറ്റ് പ്രൊട്ടക്ഷൻ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടിലൂടെ നമ്മൾ നിശ്ചയിച്ചൊരു കറണ്ട് ഉണ്ട്, ആ ലോഡ് കറണ്ട് അല്ലേ, ഇത്ര ലോഡ് കറണ്ടാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സർക്യൂട്ടിലൂടെ നമ്മൾ ആ ലോഡ് കറണ്ടിൻ്റെ 1.5 ടൈംസ് 1.5 ടൈംസ്, ഉദാഹരണത്തിന് 10 ആമ്പിയറാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ നിശ്ചയിച്ച ലോഡ് കറണ്ടെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ 15 ആമ്പിയർ അതിലൂടെ ഒഴുക്കുകയാണെങ്കിൽ 4 ഹവറിനുള്ളിൽ അല്ലേ അത് ആ പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റ് ചെയ്യില്ല എങ്കിൽ അതിനെയാണ് കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മളൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന്, ആ ഫ്യൂസ് നമ്മൾ ആ സർക്യൂട്ടിലൂടെ എന്താണ് ഒഴുകേണ്ട കറണ്ട്, അതാണ് ലോഡ് കറണ്ട് അല്ലേ, അതിൻ്റെ നോർമൽ ലോഡ് കറണ്ട്, അതിൻ്റെ 1.5 ടൈംസ് നമ്മൾ ആ സർക്യൂട്ടിലൂടെ ഒഴുക്കുമ്പോൾ എന്താണ് അത് 4 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യില്ല, ആ ഫ്യൂസ് പൊട്ടിപ്പോവില്ല. അങ്ങനത്തെ പ്രൊട്ടക്ഷനാണ് കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുക. സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വിൽ നോട്ട് ഓപ്പറേറ്റ് വിത്തിൻ 4 hours അറ്റ് 1.5 ടൈംസ് ദ ഡിസൈൻ ലോഡ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട് വിച്ച് ഇറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകേണ്ട ലോഡ് കറണ്ടിൻ്റെ 1.5 ടൈംസ് കറണ്ട് അതിലൂടെ ഒഴുക്കുമ്പോൾ അത് 4 മണിക്കൂറിനുള്ളിൽ ആ പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് അതിൽ കൊടുത്തതെങ്കിൽ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്നാണ് അതിന് പറയുക. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ അടങ്ങിയിരിക്കുന്ന ഡിവൈസുകൾ നമുക്ക് നോക്കാം. എന്താണ്? ഫ്യൂസസ് വിച്ച് ഹാവിങ് ഫ്യൂസിങ് ഫാക്ടർ എക്സീഡിങ് 1.5 ടൈംസ് ദ മാർക്കറ്റ് റേറ്റ്. 1.5ലും കൂടുതൽ ഫ്യൂസിങ് റേറ്റ് ഉള്ള ഫ്യൂസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. 1.5 അല്ലേ, XRC ഫ്യൂസിൻ്റെ 1.1 പറഞ്ഞു അല്ലേ. 1.5നും കൂടുതൽ ഏതാണ്? റീവയറബിൾ ഫ്യൂസാണ്. അപ്പോൾ റീവയറബിൾ ഫ്യൂസാണ് ഈ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സർക്യൂട്ട് എന്താണ്, കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ നമ്മൾ ഒരു സർക്യൂട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട്, ആ കേബിളിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പെർമിസിബിൾ കറണ്ട് ഇൻ കേബിൾസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, നമുക്ക് അതിലൂടെ എടുക്കാൻ പറ്റുന്ന കറണ്ട് കാണാനുള്ള മാർഗം മൾട്ടിപ്ലൈ ദി നോർമൽ കറണ്ട് കപ്പാസിറ്റി. ആ കേബിളിനൊരു കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, അത് നമുക്ക് ആ കേബിൾ വാങ്ങുമ്പോൾ തന്നെ കിട്ടും. നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, ആ എത്ര കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അതിനുണ്ടോ അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? റേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഗുണിക്കണം. ഇവിടെ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.81 ആണ്. ഓർത്ത് വെക്കുക, കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ റേറ്റിംഗ് ഫാക്ടർ 0.81 ആണ്. അതിനെന്തുകൊണ്ട് ഗുണിക്കണം? ഈ കേബിളിൻ്റെ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിനോട് ഗുണിക്കണം. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് അതിലൂടെ എത്ര കറണ്ട് കടത്തിവിടാൻ പറ്റും എന്നുള്ളത്. കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അതിലൂടെ കടത്തിവിടാൻ പറ്റിയ കറണ്ട് എന്ന് പറയുന്നത് ആ കേബിളിൻ്റെ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൊണ്ട് റേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഗുണിക്കുക. ഇവിടെ റേറ്റിംഗ് ഫാക്ടർ 0.81 ആണ്. അപ്പോൾ പെർമിസിബിൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ. ഇവിടെ കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ റേറ്റിംഗ് ഫാക്ടർ 0.81 ആണ്. ഓർത്ത് വെക്കുക. ഇനി ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണെങ്കിലോ, ക്ലോസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ദ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വിൽ ഓപ്പറേറ്റ്. ഇവിടെ നേരത്തെ കൊയാക്സിലാണെങ്കിൽ വിൽ നോട്ട് ഓപ്പറേറ്റ് ആയിരുന്നു, ഇവിടെ വിൽ ഓപ്പറേറ്റ് വിത്തിൻ 4 hours അറ്റ് 1.5 ടൈംസ് ദ ഡിസൈൻ ലോഡ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട് വെച്ചിട്ട് പ്രൊട്ടക്ട്സ്. ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താണ്, ലോഡ് കറണ്ടിൻ്റെ, ആ സർക്യൂട്ടിലെ ലോഡ് കറണ്ടിൻ്റെ 1.5 ടൈംസ്
കൂടുതൽ നമ്മൾ കറണ്ട് ഒഴുക്കിയാൽ അത് 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ആ പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനത്തെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നമ്മൾ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്നാണ് അതിന് പറയുക. എന്താണ് ഇത്, നമ്മൾ പിന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യമല്ല പറയണത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ 1.5 എന്താണ് 10 മടങ്ങ് ആണ് കറണ്ട് വരിക. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ, ലോഡ് കൊടുത്തു എന്താണ് ഓവർലോഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. 1.5 ടൈംസ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ 10 ആംപിയറാണ് 15 ആംപിയറിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്താൽ എന്താണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, ആ പിന്നെ ഓപ്പറേറ്റ് ചെയ്യും. അത് ഫ്യൂസ് ആണെങ്കിൽ ഫ്യൂസ് അല്ലേ, എന്താണ് സാധനം എങ്കിൽ ആ സാധനം എന്ത് ചെയ്യും, പ്രൊട്ടക്ഷനും വേണ്ടി കൊടുത്ത സാധനം ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനത്തെ പിന്നെ പ്രൊട്ടക്ഷനാണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ. എന്നാൽ കൊയാക്സ് ആണെങ്കിലോ അത് 4 മണിക്കൂറിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ അത് കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനാണ്. ഇനി നോക്കുക, ഈ പിന്നെ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ ഉൾപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഫ്യൂസ് നമ്മൾ കൊടുത്ത ഫ്യൂസുകൾ എന്തിന് 1.5 ഫ്യൂസിങ് ഫാക്ടർ 1.5 കുറവുള്ള ഫ്യൂസുകൾ, അതേതേനും നമ്മൾ പറഞ്ഞ HRC ആൻഡ് കാർട്രിഡ്ജ് ഫ്യൂസൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ HRCൻ്റെയും ഫ്യൂസിങ് ഫാക്ടർ 1.1 നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് 1.5 ഫ്യൂസിങ് ഫാക്ടർ 1.5 കുറവുള്ള ഫ്യൂസുകൾ അതേതായാലും അത് HRC കാർട്രിഡ്ജ് ഫ്യൂസുകൾ ഇതിൽ പെടും. പിന്നെ അതുപോലെ തന്നെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ MCB, അതുപോലെ തന്നെ മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കറൊക്കെ ഇതിൽ വരുന്നതാണ്. MCBയും MCCBയും അതുപോലെ ELCB ഇതൊക്കെ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ വരുന്നതാണ്. പിന്നെ എന്താണ് അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കർ സെറ്റ് ടു ഓപ്പറേറ്റ് അറ്റ് ആൻ ഓവർലോഡ് നോട്ട് എക്സീഡിങ് 1.5 ടൈംസ് ദ ഡിസൈൻ ലോഡ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട്. നമ്മളൊരു സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ സെറ്റ് ചെയ്തു, അതിലുള്ള കറണ്ട് സെറ്റ് ചെയ്തത് ഇതിൻ്റെ ഈ സർക്യൂട്ടിലൂടെ ഒഴുകേണ്ട ലോഡ് കറണ്ടിൻ്റെ 1.5 ടൈംസിലും കുറവ് നമ്മൾ കറണ്ട് സെറ്റ് ചെയ്താൽ, ഓവർലോഡ് കറണ്ട് നമ്മൾ സെറ്റ് ചെയ്തത് 1.5 ടൈംസിനും കുറവാണെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്കറുകളും എന്തിൽ പെടും, ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ വരും. അപ്പോൾ ഈ 2 പ്രൊട്ടക്ഷനാണുള്ളത്, കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനും. കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ റീവയറബിൾ ഫ്യൂസാണ് വരിക. പിന്നെ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിലാണ് എന്ത് വരുന്നത്, ഈ പറഞ്ഞ MCB ELCB MCCB പിന്നെ ഒക്കെ വരുന്നത്. അതുപോലെ HRC ഫ്യൂസ് കാർട്രിഡ്ജ് ഫ്യൂസൊക്കെ ഇതിലാണ് വരിക. അപ്പം ഈ എന്താണ് നമ്മൾ ഇതിൽ ഈ പിന്നെ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ എന്താണ് നമുക്ക് പെർമിസിബിൾ കറണ്ട്, കേബിളിലൂടെ ഒഴുക്കാൻ പറ്റുന്ന പെർമിസിബിൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമുക്കെന്താണ് നേരത്തെ പറഞ്ഞു, എന്താണ് അവിടെ റേറ്റിംഗ് ഫാക്ടർ 0.81 ആയിരുന്നു. എന്നാൽ ഇവിടെ റേറ്റിംഗ് ഫാക്ടർ 1.23 ആണ്. ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ 1.23 ആണ്. അപ്പോൾ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റീനെ റേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ പറഞ്ഞു പെർമിസിബിൾ കറണ്ട് ആ കേബിളിലൂടെ കടത്തി വിടാനുള്ള പെർമിസിബിൾ കറണ്ട് വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നോർമൽ കറണ്ട് കപ്പാസിറ്റി ഇൻറ്റു റേറ്റിംഗ് ഫാക്ടറായ 1.23 കൊണ്ട് ഗുണിച്ചാൽ നമുക്കെന്ത് കിട്ടും, അതിലൂടെ ആ കേബിളിലൂടെ ഒഴുക്കേണ്ട പെർമിസിബിൾ കറണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അല്ലേ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാർ നമ്മളെ ഗവൺമെൻറ് നിശ്ചയിച്ച ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാർ നമ്മളൊരു ഇൻസ്റ്റലേഷനെ ടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ സപ്ലൈനെ അല്ലേ, സപ്ലൈ നമുക്ക് തരണമെങ്കിൽ അതിന് മുമ്പ് അവർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കെന്താണ് നിർബന്ധമായിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് എന്താണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ MCB ELCB ഇങ്ങനത്തെ അല്ലെങ്കിൽ HRC ഫ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് തരുള്ളൂ, നമുക്ക് സപ്ലൈ തരുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ELCB പറഞ്ഞപ്പോൾ ELCB ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നമുക്കിപ്പോൾ സപ്ലൈ തരുള്ളൂ. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ വേണം ഇപ്പോൾ നമുക്ക് എന്ത് തരണമെങ്കിൽ, നമുക്ക് സപ്ലൈ KSCB തരണമെങ്കിൽ. അപ്പോൾ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി, എന്താണ് 1.5 ടൈംസ് കറണ്ട് നമ്മൾ ഒരു സർക്യൂട്ടിലൂടെ ഉള്ള നോർമൽ കറണ്ടിനേക്കാൾ 1.5 ടൈംസ് കറണ്ട് ഒഴുക്കുകയാണെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ആ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനത്തെ പ്രൊട്ടക്ഷനാണ് കൊയാസ് എക്സസ് കറണ്ട് അല്ലെങ്കിൽ ക്ലോസ് എക്സസ് കറണ്ട് എന്ന് പറയുന്നത്. അതങ്ങനെ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ കൊയാസ് എക്സസ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ രീതിയിൽ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സപ്ലൈ തരുള്ളൂ. ഇപ്പോൾ MCBയോ ELCB, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ELCB ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് KSCB സപ്ലൈ തരുള്ളൂ. അപ്പോൾ ഇനി
നമുക്ക് നല്ലത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെയാണ് ഈ കേബിൾ ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലേ. നമ്മുടെ വീട് വയറിങ് ചെയ്യാണ്. അപ്പോൾ ആ കേബിൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഏത് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ഇപ്പോൾ നിർബന്ധമാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കേബിളിൻ്റെ സൈസ് എങ്ങനെയാണ് മാറുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് 1.5 സ്ക്വയർ mm കോപ്പർ കേബിൾ, ഒരു കോപ്പർ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കറണ്ട് 1.5 സ്ക്വയർ mm സ്ക്വയർ ഉള്ള ഒരു കോപ്പർ കേബിളാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. അതിൻ്റെ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 16 ആംപിയർ ആണ്. കറണ്ട് റേറ്റിംഗ്, ആ കേബിളിൻ്റെ കറണ്ട് റേറ്റിംഗ് 1.5 mm സ്ക്വയർ കോപ്പർ കേബിളിൻ്റെ കറണ്ട് റേറ്റിംഗ് 16 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്രൊട്ടക്ഷൻ അല്ലെ, കറണ്ട് കപ്പാസിറ്റി ഓഫ് ദ സെയിം കേബിൾ വെൻ ഓപ്പറേറ്റഡ് ബൈ കൊയാക്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ, നമ്മൾ ഈ കേബിൾ കൊയാക്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കറണ്ട് അല്ലെ, ഇവിടെ 16 ആംപിയർ ആണ് അതിലൂടെ എടുക്കാൻ പറ്റുന്ന കറണ്ട്. പക്ഷേ കൊയാക്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിലൂടെ എത്ര കറണ്ട് ഒഴുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ, കറണ്ട് കപ്പാസിറ്റി കാണാൻ അല്ലേ, അതിലൂടെ ഒഴുക്കാൻ പറ്റുന്ന പെർമിസിബിൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നോർമൽ കപ്പാസിറ്റി ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ. ഇവിടെ കൊയാക്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് റേറ്റിംഗ് ഫാക്ടർ എത്രയാണ്? 0.81. അപ്പോൾ നോർമൽ കറണ്ട് കപ്പാസിറ്റി 16 ആംപിയർ, 16 ഇൻറ്റു 0.81 ഈക്വൽ ടു 13 ആംപിയർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ കേബിളിലൂടെ കറണ്ട് ഒഴുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി 16 ആംപിയർ ആണെങ്കിൽ പോലും നമ്മൾ കൊയാക്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ അതിലൂടെ മാക്സിമം ഒഴുക്കാൻ പറ്റുന്ന കറണ്ട് എത്രയാണ്? 13 ആംപിയറേ ഒഴുക്കാൻ പറ്റുള്ളൂ, അതിലൂടെ നമുക്ക് കടത്തി വിടാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ക്ലോസ് കറണ്ട് പ്രൊട്ടക്ഷനാണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് ഫാക്ടർ 1.23 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പെർമിസിബിൾ കറണ്ട് കാണണമെങ്കിൽ നോർമൽ കപ്പാസിറ്റി ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ ആണ്. ഇവിടെ എത്രയാണ്? 1.23 ആണ് റേറ്റിംഗ് ഫാക്ടർ. 1.23 16 ആംപിയർ കറണ്ട്, നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി 16 ആംപിയർ ആണ്. 16 ആംപിയർ ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ 1.23 ഈക്വൽ ടു 19.7, ഏകദേശം 20 ആംപിയർ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഈ കേബിളിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി സത്യത്തിൽ 16 ആംപിയർ ഉള്ളൂ എങ്കിലും നമുക്ക് എത്ര കൊടുക്കാം? 20 ആംപിയർ വരെ അതിലൂടെ ഈസി ആയിട്ട് നമുക്ക് കടത്തിവിടാം. അപ്പോൾ ഈ രണ്ട് പ്രൊട്ടക്ഷൻ നമ്മളുടെ വ്യത്യാസം അതാണ്. ഇവിടെ 16 ആംപിയറിൽ 13 ആംപിയറെ കൊയാക്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ കടത്തിവിടാൻ പറ്റുള്ളൂ. ക്ലോസ് എക്സസ് ആണെങ്കിലോ 16 20 ആംപിയർ വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിലൂടെ നോർമലായിട്ട് കടത്തിവിടാൻ പറ്റും. ഇതാണ് അതിനുള്ള മാറ്റം. ഇനി അടുത്തത് വോൾട്ടേജ് ഗ്രേഡിംഗ് ഓഫ് കേബിൾ. എന്താണ് വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്രേഡിംഗ് ഓഫ് കേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിംഗ് മീൻസ് വർക്കിംഗ് വോൾട്ടേജ് ഓഫ് കേബിൾ. വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേബിളിൻ്റെ വർക്കിംഗ് വോൾട്ടേജിനെയാണ് വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് വോൾട്ടേജ് കേബിളിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ ഗ്രേഡിംഗ് എന്നാണ് പറയുക. ദി തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഓഫ് ദ കേബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ് അറ്റ് വിച്ച് എ കേബിൾ ടു വർക്ക്. ഇത് നമ്മൾ മുമ്പും പറഞ്ഞതാണ്. എന്താണ് ഒരു കേബിളിൻ്റെ ഇൻസുലേഷൻ്റെ തിക്നെസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലൂടെ കടത്തി വിടുന്ന വോൾട്ടേജ്, എത്ര വോൾട്ടേജിനാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചാണ് കേബിളിൻ്റെ ഇൻസുലേഷനെ നമ്മൾ ഇൻസുലേഷൻ എത്ര തിക്നെസ് വേണമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. എന്നാൽ എന്താണ് കണ്ടക്ടറിൻ്റെ സൈസ് നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കണ്ടക്ടറിൻ്റെ സൈസ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇൻസുലേഷൻ്റെ തിക്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. അപ്പോൾ ആ വോൾട്ടേജ് ദെർഫോർ ദ കേബിൾസ് ആർ മാനുഫാക്ചറിംഗ് രണ്ട് ഡിഫറെൻറ്റ് ഗ്രേഡിൽ കേബിൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് 250/440 വോൾട്ട്. അത് ഉപയോഗിക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് പവർ വയറിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടുകളിലും പിന്നെ പവർ വയറിങ്ങിലുമാണ് 250/440 വോൾട്ട് കേബിൾ ഗ്രേഡിംഗ് ഉള്ള കേബിൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് 650/1100 വോൾട്ടുള്ള രണ്ട് വോൾട്ടേജ് ഗ്രേഡിലുള്ള കേബിളാണ് ഉള്ളത്. ഒന്ന് 250/440, രണ്ടാമത്തത് 650/1100 വോൾട്ട്. ഈ 650/1100 വോൾട്ടിൻ്റെ വയറിൻ്റെ ഇൻസുലേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്
250/440 വോൾട്ട് കേബിളിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. തിക്നെസ് എന്തായിരിക്കും? 650/1200 വോൾട്ടിൻ്റെ കേബിളിനായിരിക്കും അതിൻ്റെ ഇൻസുലേഷൻ്റെ തിക്നെസ് കൂടുതൽ. അതാണ് വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് കറണ്ട് റേറ്റിംഗ് പറഞ്ഞു, ഫ്യൂസിങ് കറണ്ട് പറഞ്ഞു, പിന്നെ ഫ്യൂസിങ് ഫാക്ടറും പറഞ്ഞു. പിന്നെ എന്താണ് ഒരു കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ പറഞ്ഞു. പിന്നെ എന്താണ് ഈ പ്രൊട്ടക്ഷൻ, കൊയാസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനും ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനും പറഞ്ഞു. അത് എങ്ങനെയാണോ അതുവഴി എങ്ങനെയാണ് കേബിളിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് വോൾട്ടേജ് ഗ്രേഡിംഗ് ഓഫ് കേബിൾ. 2 തരം വോൾട്ടേജ് ഗ്രേഡിങ്ങുള്ള കേബിളാണ് നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുക. ഒന്ന് 240/400, പിന്നെ 240/415 വോൾട്ടിൻ്റെ, അതുപോലെ തന്നെ 650/1100 വോൾട്ടേജ് ഗ്രേഡിൻ്റെ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ തിക്നെസ്സിൻ്റെ ഒരു കേബിളിൻ്റെ ഇൻസുലേഷൻ്റെ തിക്നെസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് അതിലൂടെ കൊടുക്കുന്ന വോൾട്ടേജ്, എത്ര വോൾട്ടേജിനാണ് അത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ് ടൈപ്സ് ഓഫ് കേബിൾസ് ഫോർ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ ടൈപ്പുകളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.